അജിത് പവാറിനെയും മറ്റംഗങ്ങളെയും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ മരണം സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ, വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ തന്നെ വിമാനം തീ പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ കുറച്ച് വിവരം കൂടി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് 27-ാം നമ്പർ റൺവേയിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ലാൻഡ് ചെയ്ത് തൊട്ട് പിന്നാലെ തന്നെ വിമാനം വലതുവശത്തേക്ക് തെന്നി മാറുകയായിരുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അതിന് പിന്നാലെ വിമാനത്തിന് വലിയ തരത്തിൽ 40 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു അലാറം മുഴങ്ങി എന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ വിമാനം ഒരു സൈഡിലേക്ക് തകർന്നു വീഴുകയും രണ്ടായി പിളരുകയും പിന്നീട് വലിയ തീഗോളമായി മാറുകയുമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി, ബരാമതി എയർപോർട്ട് അതോറിറ്റി നൽകുന്ന ഒരു വിശദീകരണം. അതായത് 27 നമ്പർ റൺവേയിലേക്ക് വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. തൊട്ട് പിന്നാലെ വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും വിമാനം വലത് സൈഡിലേക്ക് തെന്നി മാറുകയും ചെയ്യുന്നു. ഉടനെ തന്നെ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു 40 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വലിയ അലാറം മുഴങ്ങുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ഈ അലാറത്തിന് പിന്നാലെ വിമാനം ഒരു സൈഡിലേക്ക് രണ്ടായി പിളർന്നുകൊണ്ട് വീഴുകയും പിന്നീട് തീ പിടിക്കുകയുമാണ് ചെയ്തത് എന്നാണ് ആ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോഴേക്കും ഏറെക്കുറെ പൂർണ്ണമായും കത്തി അമർന്നിരുന്നു വിമാനം എന്ന് അറിയാൻ കഴിയുന്നു. എല്ലാവരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിവരം വരുന്നത്. അജിത് പവാർ അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു എന്ന് അറിയാൻ കഴിയുന്നു. അതിന് പിന്നാലെയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. എന്താണെങ്കിലും നേരത്തെ ആരും സൂചിപ്പിച്ചു തന്നെ ഇതൊരു വലിയ വിമാനത്താവളം ഒന്നുമല്ല ബരാമതി എന്ന് പറയുന്നത്, ഒരു ചെറിയ വിമാനത്താവളം. പ്രത്യേകിച്ച് ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ അജിത് പവാർ, ശരത് പവാർ അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും അധികം വന്നു പോകുന്ന ഒരു വിമാനത്താവളമാണ്. അത്തരത്തിൽ ഇവരുടെ വിമാനങ്ങൾ നിരന്തരം ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിമാനത്താവളമാണ്. ആ വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് പിഴവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്ര തകരാറാണോ ഈ അപകടത്തിന് കാരണം എന്നുമായി ബന്ധപ്പെട്ടാണ് DGC ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഈ വിമാനത്തിന് ചില വിശദാംശങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. വിമാനം എന്ന് പറയുന്നത് ചെറിയ വിമാനമാണ്, ഏറെക്കുറെ 6 അല്ലെങ്കിൽ 7 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനമാണ് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികൾ അടക്കം വിശദീകരണം നൽകുന്നത്. അതോടൊപ്പം തന്നെ വിമാനത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ലഭിക്കുന്ന വിവരമനുസരിച്ച് ബോംബാർഡിയർ ലിയർജെറ്റ് 45 എന്ന ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാർട്ടർ കമ്പനി, VSR ചാർട്ടർ കമ്പനിയുടെ സ്വകാര്യ വിമാനത്തിലാണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലാണ്, 4 പബ്ലിക് മീറ്റിങ്ങുകളിലാണ് അദ്ദേഹം പങ്കെടുക്കേണ്ടിയിരുന്നത്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള പ്രചരണത്തിൽ പങ്കെടുക്കാൻ കൂടിയാണ് അജിത് പവാർ എത്തിയത് എന്നുള്ളതാണ്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന VSR ചാർട്ടേഡ് കമ്പനിയുടെ സ്വകാര്യ വിമാനത്തിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. പൂർണ്ണമായിട്ടും വിമാനം കത്തിയമർന്നിരുന്നു. ഇദ്ദേഹത്തെ കൂടാതെ, അജിത് പവാറിനെ കൂടാതെ അജിത് പവാറിനോടൊപ്പമുള്ള 2 സെക്യൂരിറ്റി പേഴ്സണൽസ് ഉണ്ടായിരുന്നു, ഒപ്പം 2 പൈലറ്റുമാരുണ്ടായിരുന്നു. അങ്ങനെ 5 പേർ എന്നുള്ളതാണ് ഇപ്പോൾ DGC നൽകുന്ന വിവരം. നമുക്കും 5 പേർ എന്ന് തന്നെ കൊടുക്കാം. ആദ്യം ദേശീയ മാധ്യമങ്ങൾ 6 എന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ DGCയുടെ കണക്കിൽ അജിത് പവാറിനോടൊപ്പം 2 സെക്യൂരിറ്റി ജീവനക്കാർ, ഒപ്പം തന്നെ 2 പൈലറ്റുമാർ എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 5 പേരും വിമാനം കത്തി അമർന്ന ഉടൻ തന്നെ അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചാർട്ടേഡ് വിമാനമാണ്. എയർ സ്ട്രിപ്പിൽ ഇറങ്ങുന്നതിനിടയിൽ വിമാനം പെട്ടെന്ന് റൺവേയിൽ നിന്ന് തെന്നിമാറി വലതുഭാഗത്തേക്ക് പോവുകയും 40 സെക്കൻഡോളം വിമാനത്തിൽ ഒരു സൈറൺ മുഴങ്ങുകയും ചെയ്തതായിട്ട് അവിടെ ബാരാമതി എയർപോർട്ടിലുണ്ടായിരുന്നവർ പറയുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റിയും നൽകുന്ന കാര്യം അതാണ്. ആരുടെ പിഴവാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. കാലാവസ്ഥ മോശമായിരുന്നില്ല, നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി പൈലറ്റിൻ്റെ എന്തെങ്കിലും പിഴവാണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം ഇനി ഓറഞ്ച് ബോക്സിന് ശേഷം, ബ്ലാക്ക് ബോക്സിന് ശേഷം മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.